ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചായയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള മസാല ചായയുടെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് മസാല ചായയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് ചായയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് മസാലയുടെ ഫ്ലേവറൊക്കെ ചായയിൽ നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു 2 ഏലക്കായ എടുക്കാം. പിന്നെ ഒരു 2-3 ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുരുമുളകും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് 3ഉം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി പെട്ടെന്നൊന്ന്, അതായത് ഒരു എളുപ്പത്തിൽ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പുതിനയിലയാണ്. പുതിനയില ഒരു 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഫ്ലേവർ ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് പുതിനയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. പുതിനയിലയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ചായയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് പുതിനയില ചേർത്തിട്ടുള്ള ചായ. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ടുള്ള സോസ് പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പിൻ്റെ ചായയാണല്ലോ, അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അത് നമ്മൾ ഏത് കപ്പിലാണോ ചായ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള മസാലയുടെ മിക്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചായപ്പൊടിയൊക്കെ നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോഴാണ് ഈ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ ചായയിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് നേരം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ഇവിടെ ഞാനൊരു 1.5 കപ്പ് ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പ് തന്നെ 1.5 കപ്പ് പാലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചായയിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും 2 മിനിറ്റ് നേരം നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കടുപ്പും ടേസ്റ്റൊക്കെ ഉള്ള മസാല ചായ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ ചായ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ചായ 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാനായിട്ടുള്ള കപ്പിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ചായയിൽ നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസിനായാലും അതുപോലെ പുതിനയ്ക്കായാലും അതിൻ്റേതായ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാവും. അപ്പോൾ നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലുള്ളൊരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാല ചായയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്